ചേരുന്നുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കേന്ദ്രം വല്ലാതെ ഞെരുക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന പതിവ് രീതിയിൽ നിന്ന് മാറിയിരിക്കുന്നു ഈ ബജറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത് ബി ഗോപാലകൃഷ്ണനിലേക്ക് വരുമ്പോൾ. കാരണം കഴിഞ്ഞ ബജറ്റിലൊക്കെ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ട്രാൻസ്ഫറിലെ കുറവ് എന്നതിനെ ആ കുറവ് എന്ന മട്ടിൽ സ്വാഭാവികതയോടെ അംഗീകരിച്ച് ഇപ്പോൾ ഈ സർക്കാർ ബജറ്റ് അവതരിപ്പിച്ച് പോകുന്ന മട്ടിലല്ല, കൂടുതൽ രൂക്ഷമായി വിമർശിച്ച് തന്നെയാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ആദ്യ ബജറ്റാണ്, എങ്ങനെയാണ് കേന്ദ്രബന്ധമെന്ന് നോക്കാം എന്ന് കരുതിയാണോ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്? അതല്ല, കേന്ദ്രത്തിൻ്റെ ആ സാമ്പത്തിക നയങ്ങളുടെ ഒരു തുടർച്ച, ആ രീതി ഇവിടെയും നടപ്പാക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് തന്നെയാണോ ഇതിനെ നിങ്ങൾ കാണുന്നത്? ആരോടാണ്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ആരോടാണ്? താങ്കളോട് തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ തുടക്കത്തിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുയുഗ കേരളത്തിന് വേണ്ടിയുള്ള ബജറ്റ്, അത് പുതുയുഗ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ബജറ്റല്ല, അത് വെറും കടലാസ് ബജറ്റാണ്. നമ്മൾ കടലാസ് പുലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു കടലാസ് ബജറ്റല്ലാതെ അതിനകത്ത് വസ്തുനിഷ്ഠമായ യാതൊന്നുമില്ല, എടുത്തു പറയേണ്ടതായ യാതൊന്നുമില്ല, ഒരു പുതുയുഗം സൃഷ്ടിക്കാനുള്ള യാതൊന്നും ആ ബജറ്റിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. അതിനു മുമ്പ് ഏറ്റവും പ്രകടമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളെയും കേരള ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആ പദ്ധതികളെ തലോടിക്കൊണ്ട് അതിൻ്റെ പേര് മാറ്റി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം, വിഴിഞ്ഞം പദ്ധതി, ആ വിഴിഞ്ഞം പദ്ധതിയിൽ റെയിൽവേ ലൈൻ കൊണ്ടുവരും. വിഴിഞ്ഞം പദ്ധതിക്ക് റെയിൽവേ ലൈൻ കൊണ്ടുവരേണ്ടത് കേന്ദ്രമാണ്. അത് ഓൾറെഡി തന്നെ റെയിൽവേ ലൈൻ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിഴിഞ്ഞം പദ്ധതിയിൽ റെയിൽവേ ലൈൻ കൊണ്ടുവരും. അപ്പോൾ റെയിൽവേ ലൈൻ കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടണം, കേന്ദ്ര ഗവൺമെൻറ്റാണത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കപ്പൽ നിർമ്മാണശാല കൊണ്ടുവരും. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് എന്നെനിക്കറിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കപ്പൽ നിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡുണ്ട്. എത്രയോ വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചതിന് ശേഷമാണ്, ഇപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് കാര്യമായ കപ്പൽ നിർമ്മാണം അവിടെ ആരംഭിച്ചത്. അതിന് തന്നെ 4000 കോടി രൂപയുടെ പുതിയ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ഫണ്ട് അനുവദിച്ചതിന് ശേഷമാണ് അവിടെ നമ്മുടെ കരസേനയും സേനാ വിഭാഗങ്ങൾ, നാവികസേന അതുമായി ബന്ധപ്പെട്ട ഓർഡർ കൊടുത്തു. പിന്നെ ചില രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ കിട്ടി. അങ്ങനെയൊക്കെയാണ് കപ്പൽ നിർമ്മാണശാല, കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ പുരോഗമനപരമായ ഒരു സമീപനം സ്വീകരിച്ചത്. വി ഡി സതീശൻ പറയുന്നത് വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണശാല വരും എന്നാണ്. അപ്പോൾ ഒരു ബാലിശമായിട്ടുള്ള ഒരു വാദമായിട്ട് ഞാനത് കേൾക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, സ്പേസ് എക്കോണമി. ഇവിടെ ആരും പറയാത്തതായതുകൊണ്ടാണ് ഞാൻ ഈ 2-3 കാര്യം പറയുന്നത്. സ്പേസ് എക്കോണമിയെക്കുറിച്ച് വി ഡി സതീശൻ ഏറെ വാചാലനായി. അദ്ദേഹം പറയുന്നത് സാറ്റലൈറ്റൊക്കെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്പേസ് എക്കണോമിക്ക് വലിയ സാധ്യതകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, കഴിഞ്ഞ ബജറ്റിലും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ബജറ്റിലും കേന്ദ്ര ബജറ്റിൽ ഈ സ്പേസ് എക്കണോമിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചിട്ടുള്ള പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർത്തവരാണ് കോൺഗ്രസ്. ഈ കേരളത്തിൽ ആ ബജറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ സ്പേസുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണത്തെ എതിർത്തവരാണ് കോൺഗ്രസിൻ്റെ ആളുകൾ. അന്ന് വി ഡി സതീശൻ സ്പേസുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണത്തെ അതിശക്തമായി എതിർത്തപ്പോൾ ഇപ്പോൾ അതേ വി ഡി സതീശനാണ് സ്വകാര്യവൽക്കരണത്തെ അനുകൂലിച്ചുകൊണ്ട് സ്പേസ് എക്കണോമി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇനി 4മത്തെ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. 3 മാത്രമല്ല, 4മത്തെ കാര്യം കൂടി. അത് മറ്റൊന്നുമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നത്തെ ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി ഞാൻ കണക്കാക്കുന്നത് ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നീക്കി വച്ചിരിക്കുന്ന തുക, പഴകുളം മധു പറയുന്നത് കേട്ടു, അത് ഞങ്ങളുടെ പ്രാരംഭ പ്രവർത്തനത്തിനാണ്. ഈ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? ഈ പദ്ധതിക്ക്
ആയിരക്കണക്കിന് രൂപ വരും. അത് 1, 2, 3 രൂപയല്ല. ഏറ്റവും കുറവ് ഞങ്ങൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 7,500 കോടി ഉണ്ടെങ്കിലേ അതിൻ്റെ പ്രാരംഭമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം കേരളത്തിലെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ സൗജന്യമായിട്ടുള്ള ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് കോടികളുടെ, ആയിരക്കണക്കിന് കോടികളുടെ അനുമതി വേണം. ഇവിടെ ആയുഷ്മാൻ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനമാണ് കേരളം. പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പാക്കാത്ത സംസ്ഥാനമാണ് കേരളം. എന്നിട്ടാണ് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ കോടി രൂപയുടെ മറ്റേ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് 10 കോടി മാറ്റിവെച്ചത്. മിനിമം 7,000-7,500 കോടി വേണ്ടിടത്താണ്. അപ്പോൾ ഇനി ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും, വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയുണ്ട്. അതിന് വച്ചിരിക്കുന്നത് കേവലം 10 കോടിയാണ്. അങ്ങനെ 10 കോടിയായിട്ട് കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയെല്ലാം തൊട്ട്. അതൊന്നും ഈ ബജറ്റ് ഒരു കാരണവശാലും എന്തെങ്കിലും സമൂഹത്തിലെ ജനങ്ങൾക്ക് ചെയ്യണം, നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യണം, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. പെൺകുട്ടികൾക്കൊക്കെ 1000 രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇവർ. അതൊന്നും സ്പർശിച്ചിട്ടില്ല, അതൊക്കെ പിന്നെ പോട്ടെ. പക്ഷേ വെച്ചിരിക്കുന്ന ബജറ്റ് ഈ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യത്തിൽ പോലും നീക്കിയിരിപ്പൊന്നുമില്ല. എന്നു മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഇപ്പോൾ താങ്കൾ ചോദിച്ചത് റവന്യൂ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ടുള്ള, റവന്യൂ കമ്മി നികത്താൻ വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ പണം കിട്ടുമോ? കിട്ടുമായിരിക്കും. നിശിതമായ വിമർശനം ഇടതുപക്ഷം ഉന്നയിച്ചു, പക്ഷെ നിശിതമായ വിമർശനമില്ലാതെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ധവളപത്രത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ധവളപത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ കേരളത്തിലെ മുൻ സർക്കാർ പറഞ്ഞത് തെറ്റായിരുന്നു. 2009 മുതൽ 2014 വരെയും 2004 മുതൽ 2014 വരെയും കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ പണം, ആ പണത്തിനേക്കാൾ 5 ഇരട്ടി പണമാണ് കേരളത്തിന് റവന്യൂവിൽ കിട്ടിയിട്ടുള്ളത്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കിട്ടിയിട്ടുള്ളത് എന്ന് ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ടൊരു ധവളപത്രം ഇറക്കാൻ ഈ ഇടതുപക്ഷ ഇന്നത്തെ ഗവൺമെൻറ് തയ്യാറാണോ? കേന്ദ്രം കൊടുത്തിട്ടില്ലെങ്കിൽ കേന്ദ്രം കിട്ടിയിട്ടില്ല പറയട്ടെ, അത് വസ്തുനിഷ്ഠമായ ഒരു ധവളപത്രമായിട്ട് ഇറക്കാൻ തയ്യാറാണോ? അപ്പോൾ കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയിട്ടുണ്ട്, കിട്ടേണ്ടതേ കിട്ടൂ. ഞാൻ വരാം